ഇല കണ്ട് എല്ലാവർക്കും പരിചയമുണ്ടാവും അല്ലേ? ഇതാണ് ഉഴുന്നുണ്ടിയുടെ ഇല. ഉഴുന്നുണ്ടി അങ്ങനെയാണ് നമ്മൾ ഇവിടെയൊക്കെ പറയാറുള്ളത്. അപ്പം തൃശ്ശൂർ ഭാഗത്ത് അങ്ങനെയാണ് പറയാ. നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണെന്ന് കമന്റിൽ വന്ന് പറഞ്ഞ് അറിയിച്ചാൽ നന്നായിരിക്കും. നമ്മൾ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ 2 ദിവസത്തെ പരിശ്രമത്തിന് ഫലമായിട്ട് ഞങ്ങൾ ചക്ക വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് കുറച്ച് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ശർക്കര ഉരുക്കിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ നമുക്ക് ഇടാം, വെറുതെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി മാത്രമല്ല, അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ ചേർക്കണം. നമ്മളിവിടെ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ പാകത്തിനനുസരിച്ച് അരിപ്പൊടി നമ്മൾ ചേർത്തിട്ട് കുഴച്ചെടുക്കണം. പിന്നെ സ്പൂൺ കൊണ്ട് കുഴക്കുന്നത് കൈ കൊണ്ട് കുഴക്കുന്നതും വെച്ച് നോക്കുകയാണെങ്കിൽ കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അതിനകത്തുള്ള കട്ടയൊക്കെ പൊടിഞ്ഞ് എല്ലാം നല്ല മിക്സ് ആക്കി വരണ്ടേ. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട കെട്ടി കിടക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് കൈ കൊണ്ട് ചെയ്താൽ മതി. നല്ലോണം ഓക്കെ, നമ്മുടെ ചൂടുണ്ടാവില്ല. അപ്പൊ ചൂടൊക്കെ തണിഞ്ഞതിന് പാകത്തിനനുസരിച്ച് നിങ്ങൾ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ തന്നെ വീട്ടിൽ തന്നെ അല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഇത്തിരി തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങ ചിരവിയത് അപ്പൊ പാകത്തിന് നമുക്കിതൊരു തേങ്ങയുടെ ഇത് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരകി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ ഒരു സമയത്ത് ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോ ഇലയിലേക്ക് മിക്സ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ചുട്ടെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ മെയിൻ താരം ഞാൻ പറഞ്ഞു ഉഴുന്നുണ്ടി എന്ന് പറഞ്ഞ സംഭവം. ഉഴുന്നുണ്ടിന്റെ ഇല നമ്മൾ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ ഓരോന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തിയെടുക്കണം. എങ്ങനെയാന്ന് ഞാൻ കാണിച്ചിട്ടാ. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കുറച്ചിങ്ങനെ വെക്കുക, എന്നിട്ട് ഇല ഇങ്ങനെ മുകളിലോട്ടേക്ക് മടക്കി വെക്കുക. അത് കുമ്പിൾ പോലെ കുത്തിയിട്ട് ചെയ്യാം നമുക്ക്. പക്ഷെ നമ്മൾ കുമ്പിളല്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എല്ലാം ഇതുപോലെ ഒരേ പരുവത്തിലാക്കി എടുക്കണം. നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ടാണ് ഇത് ചുട്ട് തീർത്തേണ്ടത്. ആദ്യം ഒരു സെറ്റ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പിന്നെ ഞാനത് എടുത്ത് ഉപയോഗിക്കാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ സാധാരണ ആവി കയറ്റുന്ന പോലെ ആവി കയറ്റി എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ പച്ച ഇല എന്ത് കഴിഞ്ഞപ്പോ കണ്ടില്ലേ, നല്ല അടിപൊളി വാടി ഇലയായിട്ട് മാറി. ഇത്രേ ഉള്ളൂ. അതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. ഇതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക അട തയ്യാറായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണേ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തിരി പൊടി ഇട്ടത് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത്ര പൊടി ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് ടേസ്റ്റിന് വ്യത്യാസമുള്ള ഇത്തിരി പൊടി കൂടി, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും എന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുട്ടികൾ എന്റെ ടേസ്റ്റ് പറയുന്നത് കണ്ടില്ലേ, സൂപ്പറാണേ. ബൈ ബൈ, സീ യു.